നമുക്കിനി ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നായ ക്രൊയേഷ്യക്ക് ഇനി ഒരു ജോബിനായിട്ട് നമുക്കിനി പോകാൻ പറ്റും. ഒരുപാട് ലേബർ ഷോർട്ടേജ്, ഒരുപാട് ജോലി ഒഴിവുകൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കാറ്റഗറീസിലും അവിടെ ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും IELTS, TOEFL, OET, PT അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ക്രൊയേഷ്യനാണ് ക്രൊയേഷ്യത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം സ്പീക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അവിടെ പോയിട്ട് നിൽക്കാനും ജോലി ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വർക്ക് പെർമിറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ജോബ് കാറ്റഗറീസ് ആണ് അവിടെ വരുന്നത്, എങ്ങനെയാണ് ഇനി ഒരു ജോബിന് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്രൊയേഷ്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണ്. പ്രകൃതിപരമായിട്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള രാജ്യം. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സുകൾ, ബീച്ചുകൾ, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ, അങ്ങനെ പ്രകൃതി ഭംഗി കൊണ്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രാജ്യം. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒക്കെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസിലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഈ ഒരു ക്രൊയേഷ്യയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഒരു ക്രൊയേഷ്യൻ്റെ ഒരു സ്ഥാനം എവിടെ നോക്കി നോക്കാം. ഹംഗറി, ബോസ്നിയ, സെർബിയ, അതുപോലെ തന്നെ സ്ലൊവേനിയ, ഇത്രയും രാജ്യത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ക്രൊയേഷ്യ പറഞ്ഞ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സാഗ്രബാണ് ഈ ഒരു ക്രൊയേഷ്യൻ്റെ ഒരു ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ക്രൊയേഷ്യയിൽ ഇത്രയും വാക്കൻസികൾ വരാൻ കാരണമായിട്ടുള്ളത് നോക്കി നോക്കാം. ഈ ഒരു ക്രൊയേഷ്യത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് 3.9 മില്യൺ മാത്രം, അതായത് 39 ലക്ഷത്തോളം മാത്രമാണ്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലുള്ള ഒരു പോപ്പുലേഷൻ വരുന്നത് തന്നെ ഒരു 3.43 കോടിയോളം കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 39 ലക്ഷത്തോളം മാത്രം വരുന്ന ഒരു രാജ്യത്ത് ഒരുപാട് ജോലി ഒഴിവുകളും അവൈലബിൾ ആണ്. അത്രയും ലേബർ ഷോർട്ടേജ് ആ ഒരു രാജ്യത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് കമ്പനികളും ഒരുപാട് എംപ്ലോയീസും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ക്രൊയേഷ്യ ഈസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ ബോത്ത് കമ്പനീസ് ആൻഡ് എംപ്ലോയീസ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് എ ലിസ്റ്റ് ഓഫ് പ്രൊഫഷണൽസ് വിത്ത് ഹൈ ഡിമാൻഡ് വിച്ച് ക്യാൻ മേക്ക് ഒബ്റ്റെയിനിങ് എ വർക്ക് പെർമിറ്റ് ഈസിയർ. സോ ഇതുകൊണ്ടാണ് ഇപ്പോൾ ക്രൊയേഷ്യക്ക് ഇത്രയും ജോബ് ഓഫേഴ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 മാർച്ച് 20 വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഫോറിൻ വർക്കേഴ്സിനായിട്ട് ക്രൊയേഷ്യൻ ഗവൺമെൻറ് 43,000 മോർ ദാൻ 43,000 ക്രൊയേഷ്യൻ വർക്ക് പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഇപ്പോൾ ഒരു ഫോറിൻ വർക്കറിന് ക്രൊയേഷ്യക്ക് ഒരു ജോബിനായിട്ട് പോകാനായിട്ട് ഒരു വർക്ക് പെർമിറ്റും പിന്നെ ഒരു റെസിഡൻസ് പെർമിറ്റും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു EU കൺട്രീസിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൊയേഷ്യക്ക് എത്തിപ്പെടാനൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഫോറിൻ വർക്കേഴ്സിന് പോകാനായിട്ടുള്ള ഏതൊക്കെ വർക്ക് പെർമിറ്റാണ് വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് റെഗുലർ വർക്ക് പെർമിറ്റ് ആൻഡ് റെസിഡൻസ് പെർമിറ്റ്. ഇവർ പറയുന്നുണ്ട്, ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് വാലിഡ് ഫോർ 1 year വിത്ത് ദ പോസിബിലിറ്റി ഓഫ് ആൻ എക്സ്റ്റൻഷൻ. ഇതാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വർക്ക് പെർമിറ്റ്. അതുപോലെ തന്നെ 1 year ആണ് ഇതിൻ്റെ വാലിഡിറ്റി ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ EU ബ്ലൂ കാർഡ്, അതായത് ദ റെസിഡൻസ് പെർമിറ്റ് ഈസ് ഫോർ ഹൈലി ക്വാളിഫൈഡ് വർക്കേഴ്സ് ആൻഡ് ഈസ് വാലിഡ് ഫോർ 2 years വിത്ത് ദ പോസിബിലിറ്റി ഓഫ് പെർമനൻറ്റ് റെസിഡൻസി ആഫ്റ്റർ ഫുൾഫില്ലിംഗ് സെർട്ടൻ ക്രൈറ്റീരിയ. രണ്ടാമത്തെ വരുന്നത് EU ബ്ലൂ കാർഡാണ്. ഇത് സാധാരണ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിനാണ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് 2 years ആണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. സോ ഇങ്ങനെ 2 തരത്തിലാണ് ഒരു ഫോറിൻ വർക്കറിന് ഒരു വർക്ക് പെർമിറ്റ് ഈ ഒരു ക്രൊയേഷ്യ പറഞ്ഞ രാജ്യം അലോ ചെയ്യണത്. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു വർക്ക് പെർമിറ്റ് നേടിയെടുക്കാനായിട്ടുള്ള ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. To get a work permit, you must find a job in Croatia. It means you must have a valid job offer. ആദ്യം നമ്മൾ ക്രൊയേഷ്യയിൽ ഒരു ജോബ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് കുറേ അവൈലബിൾ ആണ്. ഞാൻ ഏതൊക്കെയെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം കാണിച്ചു തരാം. അതിനുശേഷം നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ അവിടുന്ന് വരും. അത് നമ്മൾ ആദ്യം സംഘടിപ്പിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, യുവർ എംപ്ലോയർ ഹു ഓഫേർഡ് യു എ ജോബ് വിൽ അപ്ലൈ ഫോർ എ വർക്ക് പെർമിറ്റ് on your behalf to the Croatian Ministry of Labour. അപ്പോൾ ഈ ഒരു ക്രൊയേഷ്യൻ മിനിസ്ട്രി ഓഫ് ലേബറിൽ പോയിട്ട് നമ്മളുടെ ആ ഒരു എംപ്ലോയർ
നമുക്ക് ജോബ് തരുന്ന ആ ഒരു എംപ്ലോയർ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇവർ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യും. Once you have the work permit, you can apply for a visa at the Croatian embassy or consulate in your home country. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടിയ ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ രാജ്യത്ത് ക്രൊയേഷ്യൻ എംബസികൾ ഉണ്ടാവും. ഡൽഹിയിലാണ് കേട്ടോ ഈ എംബസികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഒരു എംബസി വഴിയോ അല്ലെങ്കിൽ ഒരു കൺസുലേറ്റ് വഴിയോ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഞാനൊരു ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പോയ ക്രൊയേഷ്യൻ എംബസികളും കൺസുലേറ്റൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കൺട്രീസിലും അപ്ലൈ ചെയ്യേണ്ട രീതി ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സ് ആയിരിക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൾവേസ് ബെസ്റ്റ് ടു കോൾ ദ എംബസി ആൻഡ് ആസ്ക് ദം അബൌട്ട് ദ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. സോ നമ്മൾ ആദ്യം ആ ഒരു എംബസിയിൽ കോൺടാക്ട് ചെയ്തിട്ട് വിസ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എംബസീനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ എൻ്ററിങ് ക്രൊയേഷ്യ you will need to apply for a residence permit from the local police station. This will be your temporary residence card. അങ്ങനെ നമ്മൾ ക്രൊയേഷ്യക്ക് എത്തിയ ശേഷം ആഫ്റ്റർ എൻറ്ററിങ് ക്രൊയേഷ്യ പിന്നെ നമ്മൾ ഒരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. ദിസ് വിൽ ബി യുവർ ടെമ്പററി റെസിഡൻസ് കാർഡ്. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ടെമ്പററി റെസിഡൻസ് കാർഡ് ഉണ്ടാക്കുക. ഇനി നെക്സ്റ്റ് ഏത് വിസയിലാണ് നമ്മൾ പോവുക എന്നുള്ളത് നോക്കി നോക്കുക. ഏതാണ് വിസ എന്നുള്ളത് നോക്കി നോക്കുക. സാധാരണ നമ്മൾ 1 ഇയറിനൊക്കെ പോണത് ലോങ് സ്റ്റേ ഡി വിസയ്ക്കാണ് പോവുക. സോ ലോങ് സ്റ്റേ ഡി വിസയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫോറിൻ വർക്കേഴ്സ് വിൽ ആൾസോ അപ്ലൈ ഫോർ ദ ക്രൊയേഷ്യൻ ലോങ് സ്റ്റേ വിസ, അതായത് ടൈപ്പ് ഡി വിസ, ഇഫ് ദേ ആർ കമ്മിങ് ടു ക്രൊയേഷ്യ ഫോർ മോർ ദാൻ 90 days. സോ ഈ ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഏതൊക്കെ ഫീൽഡിലാണ് അവിടെ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ്സ് ഉള്ളത് നോക്കി നോക്കാം. ഏതൊക്കെ കാറ്റഗറീസിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസികൾ ഉള്ളത് നോക്കി നോക്കാം. Croatia has a list of professionals with high demand which can make obtaining a work permit easier. സാധാരണ പറയുന്നത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT, പിന്നെ എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വാക്കൻസികൾ ഉള്ളതെന്ന് ഇവർ പറയുന്നത്. ഇത് മാത്രമല്ല വേറെ ഉണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ക്രൊയേഷ്യൻ എംപ്ലോയ്മെൻറ്റ് സർവീസിൻ്റെ ലിങ്ക്, ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ എന്തായാലും അതിൽ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെയും ഒരുപാട് വേക്കൻസികൾ ഉള്ളതൊക്കെ അറിയാൻ പറ്റും. സോ അതെന്തായാലും യൂസ് ചെയ്യുക. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രൊയേഷ്യത്തെ ഒരു കറൻസി വരുന്നത്, ഇത് ക്യൂനാണ് കേട്ടോ, ക്രൊയേഷ്യത്തെ ഒരു കറൻസി വരുന്നത്. ബട്ട് 2023 മുതൽ ഇത് റീപ്ലേസ് ചെയ്തിട്ട് യൂറോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയ ശേഷം നമ്മളൊരു ലോങ് സ്റ്റേ ഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അതായത് 1 ഇയർ, ആ ഒരു വിസയ്ക്ക് 1 ഇയർ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു വിസ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് പിന്നെ ആൾ അതർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മളുടെ ക്രൊയേഷ്യൻ എംബസിയിൽ, നമ്മുടെ രാജ്യത്തുള്ള ക്രൊയേഷ്യൻ എംബസിയിൽ പോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തായാലും എങ്ങനെയാണ് നമ്മളവിടെ ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. അതിനും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഇനി സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, നമുക്കെന്തായാലും ഇനി ഒരു ക്രൊയേഷ്യക്ക് ഒരു ജോബിനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് നോക്കി നോക്കാം. ഇവർ കുറച്ച് വെബ്സൈറ്റ് പറയുന്നുണ്ട്. അതായത് ജോബ് മോജ് പൊസാവോ, ഡാനസ് പൊസാവോ, എക്സ്പാറ്റ് ഇൻ ക്രൊയേഷ്യ, അങ്ങനെ 2-3 വെബ്സൈറ്റ് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇൻഡീഡ്, അല്ലെങ്കിൽ പിന്നെ ലിങ്ക്ഡ്ഇൻ, ഗ്ലാസ് ഡോർ, അങ്ങനെ സീക്ക്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ജോബ്സ് ഒക്കെ വേറെ മെൻഷൻ ചെയ്യണ ഒരു വെബ്സൈറ്റാണ് യുഎസ് പോർട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും യുഎസ് പോർട്ടൽ വഴി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇപ്പോൾ ക്രൊയേഷ്യയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലാംഗ്വേജ് ഒക്കെ എന്തോ ഇപ്പോൾ ക്രൊയേഷ്യൻ ലാംഗ്വേജിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ജോബ് ലിസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ഒന്നും ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് കുക്ക്, വെയർ ഹൗസ് വർക്കർ, മെക്കാനിക്ക്, ഇതൊക്കെ ക്രൊയേഷ്യയിലുള്ളതാണ്. സോ നമുക്ക് അതിൽ പറഞ്ഞ ഏതെങ്കിലും ഫീൽഡ് നോക്കി നോക്കാം. എഞ്ചിനീയറിംഗ് ഫീൽഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിൻ്റെ ഒരു വേക്കൻസി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം.
ഓക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആപ്ലിക്കേഷൻ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, കോൺട്രാക്റ്റ് എങ്ങനെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. കോപ്പറേഷൻ ഓൺ ദ പ്രൊഡക്റ്റ് ഓഫ് എനർജി സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, ജോബ് ലൊക്കേഷൻ എവിടെയെന്ന് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ജോബ് റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ബി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും താഴെ നമുക്കിവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ളത് കാണാൻ പറ്റും. ഇവർ ഇമെയിൽ ചെയ്യാനാണ് പറയുക. ജസ്റ്റ് ഇമെയിൽ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഇമെയിലേക്ക് ഇൻ്റർഫേസ് ആവും. നമ്മളുടെ ബയോ അല്ലെങ്കിൽ റെസ്യൂമെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മെയിലേക്ക് നമ്മൾ മെയിൽ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു യുവേഴ്സ് പോർട്ടലിൽ നമ്മളൊരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞത്തെ കുറച്ച് വെബ്സൈറ്റ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഒരു വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡാനസ് പൊസാവോ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിപ്പോൾ ക്രൊയേഷ്യൻ ലാംഗ്വേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് കൊടുത്താൽ മതി. ഓക്കെ, താഴത്തേക്ക് നോക്കി നോക്കാം. ടൂറിസ്റ്റ് ആനിമേറ്ററിൻ്റെ ഒരു ജോബ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി ഓഫ് വർക്കേഴ്സ്, അങ്ങനെ മറ്റേതിൽ കൊടുത്ത പോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ അഡ്വാൻറ്റേജ് എന്തൊക്കെ വേണം എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്താൽ മതി. നമ്മൾ സൈൻ ഇൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ക്രൊയേഷ്യൻ ലാംഗ്വേജിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മളിത് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളതൊന്ന് കൊടുത്താൽ മതി, അത് ഇംഗ്ലീഷിലായിട്ടുണ്ടാവും. പിന്നെ ഡോണ്ട് യു ഹാവ് എ അക്കൗണ്ട്, ജസ്റ്റ് രജിസ്റ്റർ എന്നുള്ളതൊന്ന് കൊടുക്കുക. യു വാണ്ട് ടു വർക്ക് ചൂസ് കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്യുക. യുവർ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ ബ്രീഫ്ലി അബൌട്ട് യുവർ സെൽഫൊക്കെ കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത രജിസ്ട്രേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ജോബിന് ഇതുവഴി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്രൊയേഷ്യക്ക് ഒരു ജോബിനായിട്ടൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു മാർഗ്ഗം ട്രൈ ചെയ്യുക. ഇതൊരു സുവർണാവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻസിൽ തന്നെ ചോദിക്കുക കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ഈ ഒരു ചാനലിൽ ഇനി വരുന്നതന്നെയായിരിക്കും. സോ എന്തായാലും ഇനി അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. And finally, it's me Shyam. This is Wayfarer Insights, and this channel won't disappoint you. And thanks for watching.